ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. വർഷങ്ങൾക്ക് മുമ്പ് 16-കാരനായ വിദ്യാർത്ഥി ഒരു പത്രാധിപർക്ക് എഴുതിയ കത്തിൽ എഴുതിയിരുന്ന വിവരങ്ങളാണ് നാം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ഉള്ളിലുള്ള ജ്വാല ആ വരികളിൽ നിന്ന് വായിച്ചെടുക്കാം. ആ പ്രതിഷേധാഗ്നി ഇന്ന് വേടൻ്റെ വരികളിലൂടെ പുറത്തു വരുന്നത്, യുവജനം ആർപ്പോടെ സ്വീകരിക്കുന്നത്, ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകൾ ആടിയും പാടിയും സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. എഴുത്ത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഇളം തലമുറയുടെ സ്വഭാവദൂഷ്യങ്ങളെയും അപമര്യാദകളെയും മുതിർന്ന തലമുറക്കാർ അപലപിച്ചുകൊണ്ടിരിക്കുന്നത് ലജ്ജാകരമാണ്. ഇവരല്ലേ ഞങ്ങളെ രൂപപ്പെടുത്തേണ്ടത്? ഞങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് ഏറിയ പങ്കും ഉത്തരവാദികൾ അവരാണ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടോ? നല്ല മാതൃകയ്ക്ക് വേണ്ടി ഞങ്ങൾ അവരിലേക്ക് നോക്കുന്നു. മാതൃകാപരമായ ജീവിതം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാട്ടിത്തരേണ്ടത് അവരാണ്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, നല്ല ജീവിത മാതൃകകൾ ഞങ്ങൾക്ക് എങ്ങും കാണുവാൻ കഴിയുന്നില്ല. ഞങ്ങളെ വഴിതെറ്റിക്കുന്ന ഗാർഹികവും സാമൂഹികവുമായ ഉല്ലാസങ്ങൾ മാത്രമാണ് ഞങ്ങൾ എവിടെയും കാണുന്നത്. സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ശരിയായ മാതൃകകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എങ്കിലും അവർ ഞങ്ങളുടെ നേരെ തിരിഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. മുതിർന്നവർ തങ്ങളുടെ ജീവിത രീതി ഒന്ന് വ്യത്യാസപ്പെടുത്തട്ടെ, അപ്പോൾ ഇളം തലമുറക്കാരായ ഞങ്ങൾ അവരെ അനുഗമിക്കാം എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഈ കത്ത് മുതിർന്നവർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി കണക്കാക്കേണ്ടതാണ്. പൂച്ച പാല് കുടിക്കുന്നത് പോലെ മുതിർന്നവർ മാതൃകാപരമല്ലാത്ത പല പ്രവൃത്തികളും ചെയ്യുന്നില്ലേ? യുവജനങ്ങളെ സാക്ഷി നിർത്തി സഭകളിലും സമൂഹത്തിലും മുതിർന്നവർ കാട്ടിക്കൂട്ടുന്ന അമാതൃകകൾ വളരെയാണ്. അവരുടെ നേരെയാണ് ആ 16-കാരൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഇളം തലമുറയുടെ അബദ്ധ സഞ്ചാരത്തെ ഓർത്ത് മുതിർന്നവർ വിലപിക്കുന്നത് എന്തിന്? എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാ നിയന്ത്രണങ്ങളെയും പൊട്ടിച്ച് എറിഞ്ഞുകൊണ്ട് ഇളം തലമുറ മുതിർന്നവരുടെ നേരെ വിരൽ ചൂണ്ടുന്നു, അവരെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഇതൊക്കെ അവസാന കാലത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞ് നിസ്സഹായരായി നോക്കി നിൽക്കുന്നതിൽ അർത്ഥവുമില്ല. നാമല്ലേ ഈ പുതിയ തലമുറയ്ക്ക് രൂപം നൽകേണ്ടത്? അവരെ രൂപപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം മുതിർന്നവർക്കല്ലേ? നമ്മുടെ പ്രവൃത്തി വൈകല്യം അല്ലേ നമ്മെ ചോദ്യം ചെയ്യുവാൻ ഇളം തലമുറയ്ക്ക് ശക്തി പകർന്നത്? മാതൃകാപരമല്ലാത്ത ജീവിത രീതിയാണ് അബദ്ധ സഞ്ചാരത്തിനായി അവരെ പ്രേരിപ്പിക്കുന്നത്. അവർക്ക് നേരെ നാം വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമ്മുടെ നേരെ ചൂണ്ടിയിരിക്കുന്നത് കാണാതെ പോകരുത്. അവർക്കെതിരെ നാം കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതിനു മുമ്പ് നാം നമ്മിലേക്ക് ഒന്ന് തിരിയേണ്ടിയിരിക്കുന്നു. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന്. നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് അറിവുള്ളവരായി തീരണം എന്നും താൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കുവാൻ കഴിയൂ. അങ്ങനെ ആയാൽ മാത്രമേ അതേ മൂല്യം മറ്റുള്ളവർക്കും നൽകുവാൻ നമുക്ക് കഴിയൂ. ഈ വാക്യത്തിൽ തട്ടിവീണ് അനേകർ സ്വാർത്ഥന്മാർ ആയി തീർന്നിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: എന്താണ് നമ്മെക്കുറിച്ച് നാം അറിയേണ്ടത്? നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായവരാണ് എന്ന് യാക്കോബിൻ്റെ ലേഖനം 3:9 പറയുന്നു. അത് നാം തിരിച്ചറിയണം. അത് മറ്റുള്ളവർ കൂടി മനസ്സിലാകത്തക്കവണ്ണം ജീവിതവും സംസാരവും സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ശ്രേഷ്ഠ സൃഷ്ടി എന്ന നിലയിൽ ദൈവത്തെ വെളിപ്പെടുത്തി ഭൂമിയിൽ ജീവിക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, നാം എന്തിന് ഇവിടെ ആയിരിക്കുന്നു എന്ന് അറിയണം. അത് ധന്യനായിരിക്കുന്ന പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21 മുതലുള്ള വാക്യത്തിൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടും ഉണ്ട്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. ഒരു ക്രിസ്തു വിശ്വാസി ഈ ഭൂമിയിൽ ക്രിസ്തുവിന് പകരം നിരപ്പിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ആയിരിക്കണം. ഓരോ വിശ്വാസിക്കും ഈ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുകയും വേണം.
പൗലോസ് തുടർന്ന് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഈ ലോകത്തിലുള്ളത് പലതും ഉത്തമമാണ്. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, വീട്, സ്വത്ത്, ജോലി, ഇവയെല്ലാം ഉത്തമമാണ്. എന്നാൽ അത്യുത്തമം എന്ന് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനോട് ഒപ്പമുള്ള വാസമാണ്. അതിനെയാണ് ഏറെ നല്ലത്, മാറ്റമില്ലാത്തത്, ഭാഗ്യകരമായത് എന്നീ വിശേഷണങ്ങളോട് കൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ നിലയിൽ ശ്രേഷ്ഠമായതിനെ നോക്കി പാർക്കുന്നവരെ അത്രയേ അവരാണ് വിശ്വാസി. അങ്ങനെയുള്ള ഒരു വിശ്വാസിയുടെ വാക്കുകളാണ് റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. മൂന്നാമതായി, എങ്ങോട്ട് പോകുന്നു എന്ന അറിവ് ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഉണ്ട്. ഈ അറിവ് ഓരോ മനുഷ്യർക്കും ഉണ്ടാകണം എന്നും വചനം ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 10:15 വായിക്കുന്നത് ഇപ്രകാരമാണ്: പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു എന്ന് വായിക്കുന്നു. വഴിയറിയാതെയുള്ള യാത്ര ടെൻഷൻ വർദ്ധിപ്പിക്കും, അത് അപകടത്തിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ ഞാൻ തന്നെ വഴി എന്നരുളിയ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് നേർവഴി മനസ്സിലാക്കുക. യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിൽ പ്രവേശിച്ചാൽ എത്തേണ്ട സ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെ വഴികളൊക്കെ ജീവനില്ലാത്തത് ആയിരിക്കുന്നതുകൊണ്ട് ആ അവസ്ഥയിൽ തുടരുകയാണ്. OM സാമുവൽ സാർ അന്ന് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഇന്ന് പ്രായാധിക്യത്താൽ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന വ്യക്തിയുമാണ്. സാറിൻ്റെ യൗവനകാലത്ത് സ്കൂളിൽ നിയമനം ലഭിച്ചു. ആ കാലത്ത് സ്കൂളിലേക്കും മറ്റ് ഇടങ്ങളിലേക്കും നടക്കുകയായിരുന്നല്ലോ പതിവ്. സാറ് സ്കൂളിലേക്കുള്ള വഴിയിൽ നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ വഴി രണ്ടായി പിരിയുന്ന ഇടമായി. ഏത് വഴിയെ പോകണം എന്ന് സംശയിച്ചു നിന്നപ്പോൾ സ്കൂളിലേക്ക് എന്ന മട്ടിൽ 2 കുട്ടികൾ അവിടെ എത്തി. സാർ ഒരു വഴി ചൂണ്ടി ചോദിച്ചു, കുട്ടികളെ, ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത്? കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഒരുവനോട് ഒരുവൻ, കേട്ടോടാ ചേട്ടായുടെ ഒരു സംശയം, ഈ വഴി എങ്ങോട്ടാ പോകുന്നത് എന്ന്. അതിലൊരുവൻ പറഞ്ഞു, ഏയ് ചേട്ടാ, ഈ വഴി എങ്ങോട്ടും പോവുകയല്ല, ഇവിടെ തന്നെ കിടക്കുക. സാർ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. അല്പനേരം കഴിഞ്ഞ് ആ വഴി വന്ന ഒരാളോട് ചോദിച്ച് സ്കൂളിൽ എത്തി. സാറിന് കിട്ടിയ ക്ലാസ്സിലെത്തിയപ്പോൾ വഴി പറഞ്ഞ് പരിഹസിച്ച 2 ബിരുദന്മാരും ആ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലിരിക്കുന്നു. അവരുടെ ഒരു അവസ്ഥയെ! യേശു തൻ്റെ ദേഹത്തെ യാഗമാക്കി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. കാരണം ആ വഴിക്ക് ജീവനുണ്ട്. ആ വഴി നമ്മയും കൊണ്ട് യാത്ര ചെയ്യും, ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യും. ഈ നിലയിലുള്ള യോഗ്യത ലഭിക്കാത്തവരെയാണ് ജീവപുസ്തകത്തിൽ പേർ എഴുതപ്പെടാത്തവർ എന്ന് കാണുന്നത്. അവർ തീപ്പുകയിൽ തള്ളപ്പെടുകയും ചെയ്യും. അത് വെളിപ്പാട് പുസ്തകം 20:15 പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ സംഭവിക്കാതെ ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ ആയിത്തീർന്നു എന്ന് ഉറപ്പ് പ്രാപിച്ച് യോഗ്യമായി ജീവിക്കുവാൻ ഇടവരട്ടെ. യുവ തലമുറയ്ക്ക് അവർ ഒരു മാതൃകയായി തീരുകയും ചെയ്യട്ടെ. മുതിർന്നവർ ഈ പാഠങ്ങൾ പഠിച്ച് ഇളം തലമുറയെ പഠിച്ച പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധി ഉപദേശിച്ച് ആ നിലയിൽ യോഗ്യമായിരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.